أجمعين. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള ഉസ്താദുമാർ, സ്നേഹധന്യരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നാം ദ്വാരക്കാമെന്ന് ഏറ്റെടുത്തവർ എല്ലാവർക്കും ഹൈറായ സംഗതികൾ ചിന്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ആ രംഗത്ത് സജീവമായി നിലകൊള്ളാനും ആർജവും ആവശ്യമായ ഖിലാസും തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ പ്രത്യേകമായി ഇന്ന് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് കാരണമായ എളങ്കൂർ മഞ്ഞപ്പച്ചയിലെ അബുഹാജി അടക്കം നമ്മിൽ നിന്ന് മരണം കൊണ്ട് വേർപിരിഞ്ഞ എല്ലാ വേണ്ടപ്പെട്ടവരുടെയും പരലോകം പടച്ചവൻ സന്തോഷമാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാന് വീട്ടില് നെറ്റ് വേണ്ടത്ര ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് മൈക്കിൽ വരാത്തത്. അല്ലാതെ ഞാൻ എവിടെയും പോയിട്ടില്ല. ഇൻഷാ അള്ളാ അബുദാബിയിൽ തിരിച്ചെത്തിയാൽ നമ്മുടെ ക്ലാസ് റൂമിൽ സജീവമായി തന്നെ ഉണ്ടാവാനുള്ള എല്ലാ പരിപാടികളും പദ്ധതികളും ഇൻഷാ അള്ളാ നമ്മുടെ ഭാഗത്തുണ്ട്. ഒരിക്കലും തന്നെ പ്രയാസങ്ങളെ അതിജയിച്ച് അക്രമങ്ങളെ അതിജയിച്ച് മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഏറെക്കുറെ വഴിപിരിയലിന്റെ ഘട്ടത്തിൽ പ്രവർത്തന രംഗത്തേക്ക് പലതിനും മുന്നിൽ നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് തന്നെ എന്തു തന്നെ വന്നാലും ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം ഈ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി ആകാവുന്ന ഹിദ്മകളും സേവനങ്ങളും ചെയ്തുകൊണ്ട് പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുമെന്ന് പ്രതിജ്ഞയെടുത്ത ഒരുപാട് പ്രവർത്തകരുടെ കൂട്ടത്തിലെ ഒരു വിനീതനാണ് ഈ സംസാരിക്കുന്ന ഞാനും എന്നതുകൊണ്ട് ഇൻഷാ അള്ളാ എന്തൊക്കെ പ്രതിസന്ധികൾ, ഏതൊക്കെ വിധത്തിലുള്ള നൂലാമാലകൾ ആരൊക്കെ ഉണ്ടാക്കിയാലും, ഏത് വിധത്തിലുള്ള ഇത്തരക്കാർ എങ്ങനെയൊക്കെ കമ്പനി കൂടിയാലും ആ കമ്പനികളുടെ മുഴുവനും കുതന്ത്രങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന മഹത്തായ ആശയ സംഹിതയുടെ പ്രചരണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൽ തങ്ങളുടെയും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെയും അതുപോലെ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദിന്റെയും ചിത്താരി ഉസ്താദിന്റെയും ഒരുപാട് സാദാത്തുക്കളുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ സംഘശക്തിയുടെ കൂടെ തന്നെ ഇൻഷാ അള്ളാ എല്ലാ അർത്ഥത്തിലും നിലകൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചില ഓലപ്പാമ്പുകൾ കാട്ടുമ്പോഴേക്ക് തകർന്നടിയുന്ന ഒരു പ്രസ്ഥാനമാണിതെന്ന് ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചില വിഷയങ്ങൾ യൂട്യൂബിലോ മറ്റോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് ഞങ്ങളൊക്കെ അങ്ങ് ഒലിച്ചു പോകുമെന്ന ഒരവസ്ഥ അതാരെങ്കിലും കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ അത്തരം മനപ്പായസം ഉണ്ടെന്ന ഫിത്ന കമ്പനിയിലെ മുഴുവൻ ആളുകളോടും വിനീതമായി ഞങ്ങൾക്ക് ഉണർത്താൻ ഒറ്റ കാര്യമുള്ളൂ, ഇത് ടീം വേറെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തെ തകർക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വല്ല മനപ്പായസവും ഉള്ളുന്നുണ്ടെങ്കിൽ അത് വലിയ തകരാറിലേക്ക് കാര്യങ്ങൾ എത്തിക്കൂ എന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാര്യം നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലരും പല വിഭാഗമായിട്ടുള്ള ആളുകളാണ്. ചിലര് അവർ പറയുന്ന കാര്യങ്ങളും അവർ ചിന്തിക്കുന്നതും അവരാലോചിക്കുന്നതും ഒക്കെ തന്റെ ആഖിറത്തിന് എങ്ങനെ ഉപകരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം. ആ സ്വഭാവം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ അവരെന്തു പറഞ്ഞാലും ആ പറയുന്ന സംഗതികൾ എനിക്ക് ആഖിറത്തിലേക്ക് എങ്ങനെ മുതൽക്കൂട്ടാക്കിയെടുക്കാൻ പറ്റും, പരലോകത്തേക്കാൾ എനിക്കതെങ്ങനെ ഉപകാരപ്പെടുത്താൻ പറ്റും, എന്റെ ദുനിയാവിന് അതെങ്ങനെ സന്തോഷകരമാക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കും. വേറെ കുറെ ആളുകളുണ്ട് എന്താണ് ചെയ്യുന്നതെന്നോ പറയുന്നതെന്നോ അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ആ സാധുക്കൾക്ക് ഉണ്ടാവില്ല. പണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഈ ഭിന്നിപ്പിന്റെ സമയത്ത് AV മാണിക്ക് മുസ്ലിം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മൾ മരിച്ചുപോയ എല്ലാ മഹാന്മാരുടെയും പരലോകം സന്തോഷമാക്കുമാറാവട്ടെ. അദ്ദേഹം എപ്പോഴും ഒരു കഥ പറഞ്ഞിരുന്നു. അനാവശ്യമായിട്ട് ചില വിഷയങ്ങളിലൊക്കെ ചെന്ന് ചാടിയിട്ട് അതിനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് നടക്കുന്ന കുറച്ച് സാധുക്കളുണ്ട്. ആ സാധുക്കളെ പറ്റി അദ്ദേഹം വന്ന് പറയാറുണ്ട്, ഒരു കാമുകനും കാമുകയും. കാമുകൻ എന്ത് ചെയ്തു, രണ്ടാളും വലിയ കലശരായ പ്രേമുണ്ടായി. ആ പ്രേമത്തിനൊടുവിൽ
സംഗതി ഇത് നടക്കൂല എന്നൊരു ഘട്ടം വന്നപ്പോ കാമുകൻ ഒരു മാവിന്റെ കൊമ്പിൽ തൂങ്ങി മരിച്ചു. അപ്പൊ ആ രംഗം കണ്ടിട്ട് കാമുകി അടുത്ത കൊമ്പിലും തൂങ്ങി. രണ്ട് മനുഷ്യന്മാർ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ വേറൊരു സാധു ആ സാധു എന്ത് ചെയ്തു, രണ്ടാളും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഓരെന്തിനാ തൂങ്ങിയെന്നൊന്നും അറിയാതെ ഇവൻ അടുത്ത കൊമ്പിൽ തൂങ്ങിച്ചത്ത ഒരു കഥ അദ്ദേഹം പറയും. മന്മഥൻ മതി മറന്നു തൂങ്ങി, മന്മതി വിധിയോർത്ത് തൂങ്ങി, രണ്ടിലും കേട്ട എരപ്പാടി നീ എന്തിനു തൂങ്ങി എന്ന് ചോദിച്ച പോലെ ചില സാധുക്കളുണ്ട്. എന്താണ് പറയണമെന്നോ എന്തിനാണ് ഞങ്ങൾ സംസാരിക്കണമെന്നോ ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ ചില പുലിവള്ളി ഇതാ കിട്ടിപ്പോയി എന്ന നിലക്ക്. ഇപ്പൊ ഇന്നലൊക്കെ ഈ SK റൂമിൽ അടുത്തൊരു സാധ്യത ആ മിസ്കിൻ അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ, എന്തെങ്കിലും കച്ചറി ഒച്ചപ്പാടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും. ആ ആൾക്കാര് ഉണ്ടായപ്പോ ഇയാള് മറ്റേ റൂമിൽ രണ്ടിനും നോക്കി, SGB മലബാറും ഒക്കെ കൂടെ നോക്കി, എന്നിട്ട് ഇവിടെ എത്ര ആളുണ്ട് നോക്കി. ഇപ്പൊ നോക്കാൻ ധൈര്യം ഉണ്ടോ ആ സാധുവിന്? SK റൂമിൽ പോയിട്ട് ക്ലാപ്പ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച അവൻ ആ വിധത്തിൽ സംസാരിക്കുന്ന ആളുകൾ ഇപ്പൊ ഒന്ന് ID നോക്കുവോ? SGBയും അതേപോലെ തന്നെ KMIC-യും SGBയുടെ രണ്ടാമത്തെ റൂമും ഈ 3 റൂമിലായിട്ട് AC ഗ്രൂപ്പിൽ എത്ര ആൾക്കാരുണ്ടെന്നും അതേ സമയത്ത് ഈ മഹാപ്രസ്ഥാനത്തിൽ എത്ര ഉണ്ടെന്നും ഒന്ന് നോക്കാൻ ആ തുല്യസം പറഞ്ഞ ഐഡിയിലുള്ള ആ വിടുവാഴ്ചക്കാരന് അതേപോലത്തെ അന്തകമ്മികൾക്ക് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അതൊക്കെ നോക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് അല്പന അർത്ഥം ലഭിച്ചാൽ അർദ്ധരാത്രിയിൽ കുടുപിടിക്കുമെന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയിൽ എപ്പോഴെങ്കിലും ഒന്ന് ആ റൂം മേലെ കയറുമ്പോ അത് നെറ്റില്ലാത്ത നേരെ നോക്കിയിട്ട് മേലെ കയറുള്ളൂ. ആ നേരം അങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് മേലെ കയറിയാൽ അത് വെച്ചിട്ട് എങ്ങനെയെങ്കിൽ എണ്ണിപ്പോന്ന് പറയണേ ആ ഒരു ദുരവസ്ഥയായിട്ട് നടക്കുന്ന സാധുക്കൾ നിങ്ങൾ എന്നാ മേലെ കയറിയത്? അതറിയണ്ടേ നിങ്ങൾ എന്നാ മേലെ കയറിയത്? കുറച്ച് ഫിത്നക്കാരിൽ നിന്ന് എന്തോ ചില ക്ലിപ്പുകൾ സംഘടിപ്പിച്ച് അത് മറ്റുള്ളവരുടെ ചെലവിൽ അത് വിറ്റ് അതിന്ന് രക്തമൂറ്റി കുടിക്കാൻ ശ്രമിക്കുന്ന വികൃതമായ ഒരു സ്വഭാവം സ്വീകരിച്ച ചില സമയത്തിൽ മാത്രമല്ലേ നിങ്ങൾ മേലെ കയറിയിട്ടുള്ളൂ, അല്ലാതെ എപ്പോഴാണ് നിങ്ങൾ മേലെ കയറല്? അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നായിട്ട് മേലെ കയറുമ്പോഴേക്ക് നെളിഞ്ഞിരിക്കാനൊക്കെ നിന്നാൽ അതൊക്കെ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയാനുള്ള സംവിധാനം ഞങ്ങളെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ആരും എന്തായാലും നിങ്ങൾ വിചാരിച്ച റൂട്ടിലുള്ള ആൾക്കാരല്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? എന്ത് തന്നെ ആയാലും ശരി ഓരോ വിഷയത്തിലും കൃത്യമായ നയം ഞങ്ങൾക്കുണ്ട്, കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. ആ നിലപാടിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകുന്നതിനിടക്ക് ആരെങ്കിലുമൊക്കെ സ്വകാര്യമായ സംഭാഷണത്തിൽ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പറഞ്ഞ വാക്കുകളെ സന്ദർഭത്തിൽ നിങ്ങളെ റൂമിൽ തന്നെ കുറെ മുമ്പ് അതായത് ഒരുത്തൻ ഒരു ചാനലിലൂടെ എന്തോ ഒരു വിവരക്കേട് വിളിച്ചു പറഞ്ഞപ്പോ 4 ദിവസത്തെ അവധിയാണ് ഈ റൂമില് കാന്തപുരത്തിന്റെ വിഭാഗത്തിൽ ഇവര് കൽപ്പിച്ച് നൽകിയിരുന്നത്. ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സംവിധാനം ഇവിടെ കിട്ടാണ്ടാവും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാലത്തിനായി മക്കളെ. അപ്പൊ അതുകൊണ്ട് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന അവസ്ഥ മാറ്റി വെക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക, അക്രമത്തിലൂടെയും അതേപോലെ തന്നെ മറ്റ് സ്വാധീന ശക്തികൾ ഉപയോഗപ്പെടുത്തി ഏതൊക്കെ വിധത്തിൽ നിങ്ങൾ കളിച്ചു നോക്കിയിട്ടുണ്ട് അല്ലെ? എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ ശരിക്കും പറിച്ചറിയപ്പെടാൻ പറ്റാത്ത വിധം വേരോട്ടമുള്ള പ്രസ്ഥാനമായി കേരളത്തിന്റെ മണ്ണിൽ തല ഉയർത്തി നിൽക്കുന്നത് എന്നത് വളരെ വ്യക്തമായി ആനുകാലിക സംഭവ വികാസങ്ങൾ മാത്രമല്ല, ഈ സമസ്ത കേരള ജമിയത്തുലമയിലുണ്ടായ ദൗർഭാഗ്യകരമായ പിളർപ്പ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ സംഭവങ്ങളും വിശദീകരിക്കുന്ന എല്ലാ ആളുകൾക്കും വസ്തുതാപരമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലേ? എല്ലാ സംവിധാനവും ഞങ്ങൾക്കെതിരാണ്. ഒരു അപ്പൂപ്പൻ താടി പോലെ വളരെ പെട്ടെന്ന് ഇവരൊന്ന് ഊതുമ്പോഴേക്ക് തെറിക്കുന്ന മൂക്കായി മാറും ഇത് എന്ന് പ്രവചിച്ചവർ, അതിന് പ്രഖ്യാപനം നടത്തിയവർ, അവരൊക്കെ വാസ്തവത്തിൽ അത്തരം പരിപാടികളൊക്കെ മാറ്റിവെച്ച് പെട്ടിയും കടക്കിയും മടക്കിയിട്ട് അവരവരുടെ പരാജയം സമ്മതിച്ച് മടങ്ങിപ്പോയ അവസ്ഥയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവർക്കുള്ളതെങ്കിൽ. കണ്ടാലും കൊണ്ടാലും അറിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഒരാൾക്ക് SK ഗ്രൂപ്പ് ചേരാൻ തോന്നുക എന്ന് മാത്രമേ എനിക്കതെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളൂ. ഏതായാലും ഇങ്ങനെ ടെലിഫോണിലൂടെ ആയതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെന്ന് പറയുന്നവർ, അതേപോലെ തന്നെ നേതാക്കളോട് സ്നേഹമുണ്ടെന്ന് പറയുന്നവർ,
അതൊക്കെ ഏതെങ്കിലും വിധത്തില് എന്തെങ്കിലുമൊക്കെ ചില സ്വകാര്യ താല്പര്യങ്ങൾക്ക്, വ്യക്തി താല്പര്യങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാസ്ത്രവത്തിന്റെ ശൈലികൾ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നവർ, അത് തെരീക്കത്തിന്റെ പേരിലായാലും കൊള്ളാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളുടെ പേരിലായാലും കൊള്ളാം, അവരൊക്കെ മനസ്സിലാക്കണം. ഖത്തിൽ ബഹുമാനപ്പെട്ട ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, കൊലയെക്കാളും ഗൗരവമാണ് കുഴപ്പമുണ്ടാക്കൽ എന്നത്. അപ്പൊ ആ കുഴപ്പമുണ്ടാക്കുന്ന ശൈലിയുമായിട്ട് നടന്ന് ആളുകളുടെ ഇടയിലുള്ള സംസാരങ്ങൾ അനാവശ്യമായി സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു കൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മുഅ്മിനീങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനും വേണ്ടി ശ്രമിക്കുന്ന വൃത്തികെട്ട സ്വഭാവം, ആ സ്വഭാവത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള അവസ്ഥകളും മാറ്റിവെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മയുടെ രംഗത്ത് ഒത്തൊരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇത്തരക്കാർക്ക് ഒരിക്കലും തന്നെ നമ്മുടെ ഇടയിലേക്ക് കടന്നു കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തെ നമ്മുടെ പ്രവർത്തനം കൊണ്ടും ഒന്നിച്ചുള്ള നിലപാട് കൊണ്ടും തകർത്തെറിയാൻ സാധിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥ നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം അതുണ്ടാക്കിയെടുക്കണമെന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തി, ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മയുടെ രംഗത്ത് സജീവമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ തെറ്റിക്കാൻ വേണ്ടി ഇപ്പൊന്നും തുടങ്ങിയതല്ലല്ലോ പരിപാടികൾ. എത്ര കാലമായി തുടങ്ങിയിട്ട് ഒരൊറ്റ വ്യക്തിയുടെ ഇറച്ചി തിന്നാനായിട്ട് മാത്രം ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലത്രയായി ഈ സാധുക്കള്. പക്ഷെ ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ അതിന്റെയും ക്ലൈമാക്സ് ഈ വിഭാഗത്തിന് 100% എതിരായി വരുന്ന അനുഭവം, 1, 2, 4 അനുഭവം ഉണ്ടായാൽ ഒരു മൂമിനായ മനുഷ്യനാണെങ്കിൽ പഠിക്കണം. ഞങ്ങൾ ഇന്ന് വെറുതെ ഈ പണിക്ക് നിന്ന് വയലാനില്ല, വഷളാകാനില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ഭീകരതയും അതേപോലെ തന്നെ കുഴപ്പങ്ങളുണ്ടാക്കി മഹല്ലുകളിൽ പ്രശ്നം ഉണ്ടാക്കി, നേരത്തെ റഹീം സാഹിബ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കായിട്ട് എത്ര മദ്രസ ഉണ്ട്, നിങ്ങൾക്കായിട്ട് എത്ര പള്ളിയുണ്ട്, ഞങ്ങളുടെയും കൂടെ സഹായത്തോടെ ഒന്നിച്ചുണ്ടാക്കിയതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് ഇതൊക്കെ ഞങ്ങളതാണെന്ന് പാതിരാക്കുറുക്കന്മാർ ഓരിയിടുന്നത് പോലെ പറയുന്ന സമീപനം മാറ്റിവെച്ച് വിഷയങ്ങളെ യാഥാർത്ഥ്യത്തോടു കൂടെ കാണാൻ വേണ്ടി ശ്രമിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചിട്ട് ആ ശ്രമങ്ങളൊക്കെ അതിജയിച്ച് മുന്നോട്ട് പോയ പ്രസ്ഥാനവും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവൻ കൊടുക്കാൻ തയ്യാറായ ഒരു പറ്റം പ്രവർത്തകരുമാണ് ആത്മാർത്ഥത കൈമുതലാക്കി ഈ മഹാസംഘശക്തിയുടെ പിന്നിൽ അണിനിരന്ന് നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇനിയും ഇത് തകർത്തെറിയാമെന്ന വ്യാമോഹത്തിൽ വെറുതെ പ്രവചനം നടത്തി 4 ദിവസവും 5 ദിവസമൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ട് അത് കഴിയുമ്പോ പിന്നെ എന്താ, അത് കഴിഞ്ഞതിന് ശേഷം ആ പ്രസ്താവന ഒപ്പുള്ള ആൾക്കാർ മറക്കും എന്ന അവരുടെ ഓർമ്മശക്തി ഇല്ലായ്മയിൽ മാത്രം സമാധാനം കണ്ടെത്തുന്ന ഒരു ശൈലി മാറ്റിവെച്ചുകൊണ്ട് യാഥാർത്ഥ്യ ലോകത്തേക്ക് കടന്നു വരിക. ആ ഒരു യാഥാർത്ഥ്യ ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ, എന്റെ പ്രവർത്തനങ്ങൾ, ഞാൻ സമൂഹത്തിലേക്ക് ഇടുന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾ എത്രത്തോളം എന്റെ ആഗ്രഹത്തിനും അതേപോലെ തന്നെ ദീനിന്റെ ഗുണത്തിനും സഹായിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അത്തരം ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാനല്ലാതെ അല്ലാത്ത നിലക്ക് നിങ്ങൾ എവിടൊക്കെ കളിച്ചിട്ടുണ്ടോ ആ കളിച്ചോടത്തൊക്കെയും അതിന്റെ ക്ലൈമാക്സ് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മക്ക് അനുകൂലമായി പ്രവർത്തകരുടെ ആവേശവും സമരവീര്യവും വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന വസ്തുത അത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് വെറുതെ ഈ കുറ്റിക്കുറങ്ങിനെ കൊണ്ട് ചുടിയോറ് മാന്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന് യാഥാർത്ഥ്യബോധത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാവണമെന്ന് അത്തരക്കാരോട് ആവശ്യപ്പെട്ടുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെല്ലാവരും അവരുടെ ദീനിയായ നന്മക്കും അതേപോലെ തന്നെ പരസ്പര വിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിനും സജീവമായി നിലനിൽക്കുകയും അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നതിനോ അല്ലെങ്കിൽ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത പ്രസ്താവനകൾക്കോ ചെവി കൊടുക്കുന്നതിന് പകരം വിഷയങ്ങളുടെ മെറിറ്റിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കാര്യങ്ങൾ നന്നായി വിലയിരുത്താനുള്ള ശ്രമത്തിലേക്ക് എല്ലാവരും എത്തണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അഹ്ലു സുന്ന വൽ ജമാഅയുടെ ഖിദ്മയുടെ രംഗത്ത് ഇഖ്ലാസോടുകൂടെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ സംഘശക്തി അള്ളാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ നേതൃത്വത്തിനും അതേപോലെ പ്രവർത്തകർക്കും പ്രസ്ഥാന ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. നമ്മുടെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അബുഹാജി അടക്കം ഒന്നിൽ നിന്ന് മരണം കൊണ്ട് വേർപെട്ടു പോയവരൊക്കെ പരലോകം പടത്തുവാൻ സന്തോഷമാക്കുമാറാവട്ടെ. 2 ലോകത്തും അള്ളാഹു നമുക്ക് ഇജ്ജത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ദുആ വസിയ്യത്തോടെ വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വളരെ പരിമിതമായ സൗകര്യത്തിൽ നിന്നും നാട്ടിൽ നിന്നും നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ സംസാരിച്ച നമ്മുടെ ചെയർമാൻ കൂടിയായ KKM സാദി ഉസ്താദിന് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു.
ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്തത് നമ്മുടെ കൺവീനർ കൂടിയായ കോട്ടൂർ ഉസ്താദാണ് മൈക്കിലേക്ക് വരാനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അക്രമങ്ങൾ അതിജയിച്ച പ്രസ്ഥാനം എന്ന ഈ മഹത്തായ ഒരു പരിപാടി നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്ത പബ്ലിഷ് ചെയ്ത ഈ പരിപാടി, ഇതിന്റെ മുഴുവൻ വർക്കുകളും ഇതിന്റെ ആസൂത്രണങ്ങളും നടത്തിയത് നമ്മുടെ റൂമിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ കൂടിയായ അബു ആസിഫ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവരും പ്രത്യേകം നമ്മുടെ പ്രവർത്തകർക്കും നമ്മുടെ അഡ്മിന്മാർക്കും നമ്മുടെ ഈ റൂമിൽ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അറിയിക്കാനുള്ളത്, ഇന്ന് നമുക്ക് മിക്കവാറും നമ്മൾ ഉദ്ദേശിച്ച മുഴുവൻ നേതാക്കന്മാരെയും നമുക്ക് റൂമിലെത്തിക്കാൻ കഴിയുകയില്ല. കാരണം സമയത്തിന്റെ പരിമിതി കാരണം. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ, നാളെയും മറ്റും ദിവസങ്ങളിലായി ഈ പരിപാടി ഇൻഷാ അല്ലാഹ് തുടരും. നമ്മുടെ വന്യരായ അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ സാറിനെ പോലത്തെ പ്രമുഖരായ നേതാക്കൾ വളരെ ആധികാരികമായ ചില വിശദീകരണങ്ങളുമായി ഇൻഷാ അല്ലാഹ് തുടർ ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിച്ച പരിപാടികളൊക്കെ വളരെ സന്തോഷത്തിലും റാഹത്തിലുമായി നടത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അക്രമികളുടെ അക്രമങ്ങളിൽ നിന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു ശക്തിക്കും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ തകർക്കാനോ തളർത്താനോ കഴിയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സുന്നി ഗ്ലോബൽ വോയിസ് സംഘടിപ്പിച്ച അക്രമങ്ങൾ അതിജയിച്ച പ്രസ്ഥാനം എന്ന മഹത്തായ പരിപാടിയുടെ തുടർന്നുള്ള പ്രഭാഷണത്തിന് വേണ്ടി നമ്മുടെ റൂമിന്റെ കൺവീനർ കൂടിയായ കോട്ടൂർ ഉസ്താദിനെ വളരെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ മൈക്ക് കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.